കഴിഞ്ഞ ദിവസം ഫിഷ് ബിരിയാണിയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു റൈസ് എങ്ങനെയാണ് കുക്കറിൽ വെക്കണേന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്യണത് ബ്രാഹ്മിൻസിൻ്റെ ബിരിയാണി റൈസാണ്. ജീരകശാല അല്ലെങ്കിൽ റോസ് കൈമ റൈസാണ് കൂടുതലും നല്ലത്. ഞാനിവിടെ 1.5 ഗ്ലാസ് റൈസാണ് എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് 2 നേരത്തിനുണ്ടാവും. ആദ്യം ഒരു 2-3 തവണ റൈസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഞാൻ വെള്ളം മൊത്തം പോകാൻ വെക്കും. അപ്പോഴേക്കും വെള്ളം ചൂടാക്കാനും വെക്കും. സോ 1:2 ആണ് റേഷ്യോ. ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. അങ്ങനെ കുക്കറിൽ ഗീയൊക്കെ ഒഴിച്ചിട്ട് 2 ഏലക്ക, 2 കറയാമ്പും, 2 പട്ടയും, ഒരു ബേ ലീഫുമാണ് ഞാൻ ഇടുന്നത്. ഒന്ന് ചൂടായി പൊട്ടി തുടങ്ങുമ്പോഴേക്കും റൈസ് ഇട്ടിട്ട് ഒരു 3 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടാക്കിയ വെള്ളം ഒഴിച്ചിട്ട് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളവും റൈസും നല്ലപോലെ തിളച്ച് ഓൾമോസ്റ്റ് ഒരു സെയിം ലെവൽ ആവുമ്പോൾ കുക്കർ ക്ലോസ് ചെയ്യുക. അപ്പോൾ തന്നെ സ്റ്റീം പോവും. സ്റ്റീം പോയതിന് ശേഷം വെയിറ്റ് ഇട്ടതിന് ശേഷം സിമ്മിൽ 5 മിനിറ്റ് മാത്രം ടൈമർ വയ്ക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മളുടെ അടിപൊളി ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മമ്മിനോട് താങ്ക് യു പറയണം. ഇതുപോലത്തെ ഈസി റെസിപ്പീസ് ഉള്ളത് കാരണം എൻ്റെ കുക്കിംഗ് ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ്. സോ അത്രേ ഉള്ളൂ, നമ്മളുടെ ഗീ റൈസ് അടിപൊളിയാണ്. ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസാണ് നമുക്ക് കിട്ടുക. സോ ഇന്ന് ഞാൻ ബീഫും ബിരിയാണി റൈസും കൂടിയാണ് ഉണ്ടാക്കിയത്. സോ അടിപൊളി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.